തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് സംഭാവനകൾ സ്വീകരിക്കാനും ഇതിനായി കർമ്മ പദ്ധതി തയ്യാറാക്കാനും സർക്കാർ നിർദ്ദേശം. പൊതുജനങ്ങളിൽ നിന്ന് സംഭാവനകൾ സ്വീകരിക്കുന്നതിന് സ്ഥാപനങ്ങൾ വിപുലമായ ക്യാമ്പയിൻ സംഘടിപ്പിക്കണമെന്ന് കാട്ടി തദ്ദേശ സ്വയംഭരണ വകുപ്പ് സർക്കുലർ ഇറക്കി. 6ാം ധനകാര്യ കമ്മീഷന്റെ ശുപാർശ പ്രകാരം വികസന പ്രവർത്തനങ്ങൾക്കായാണ് സംഭാവനകൾ സ്വീകരിക്കുന്നത്. സംഭാവനകൾ ചോദിച്ച് ഇനി മുതൽ തദ്ദേശ സ്ഥാപനങ്ങളും പൊതുജനങ്ങളെ സമീപിക്കും. വികസന പ്രവർത്തനങ്ങൾ നടത്താനായി തദ്ദേശ സ്ഥാപനങ്ങൾ നേരിട്ട് സംഭാവനകൾ സ്വീകരിക്കണമെന്ന് സർക്കാർ നിർദ്ദേശിച്ചു. വികസന പ്രവർത്തനങ്ങളുടെ വ്യാപ്തി വർദ്ധിപ്പിക്കാനാണ് സംഭാവനകൾ സ്വീകരിക്കുന്നത്. വ്യക്തികളിൽ നിന്നോ സ്ഥാപനങ്ങളിൽ നിന്നോ പണമായോ ഭൂമിയായോ സേവനങ്ങളായോ എല്ലാം ഇത് സ്വീകരിക്കാം. ഇതിനായി താൽപ്പര്യപ്പെട്ട് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് എത്തുന്നവരെ മാത്രമല്ല, പൊതുജനങ്ങളെ അങ്ങോട്ട് സമീപിച്ചും സംഭാവനകൾ ഉറപ്പാക്കണം. സാമ്പത്തിക വർഷത്തിന്റെ തുടക്കത്തിൽ കർമ്മ പദ്ധതിക്ക് രൂപം നൽകണം. സംഭാവനകൾ സമാഹരിക്കുന്നതിനുള്ള സമഗ്രമായ തന്ത്രങ്ങൾക്ക് രൂപം കൊടുക്കണം. വിപുലമായ ക്യാമ്പയിനുകളും സംഘടിപ്പിക്കണം. മികച്ച തദ്ദേശ സ്ഥാപനങ്ങളെ തിരഞ്ഞെടുക്കുന്ന മാനദണ്ഡങ്ങളിൽ സംഭാവനകളുടെ സമാഹരണവും ഉപയോഗവും ഒരു സൂചകമായി പരിഗണിക്കുമെന്നും സർക്കുലറിൽ പറയുന്നു. പരാതികൾ ഒഴിവാക്കാൻ കൃത്യമായി രസീത് സംഭാവനകൾക്ക് നൽകണം. സംഭാവനകൾ പിരിക്കാൻ ഇടനിലക്കാരെ ചുമതലപ്പെടുത്താൻ പാടില്ല. ഒരു പ്രത്യേക ആവശ്യത്തിന് സമാഹരിക്കുന്ന തുക അതേ ആവശ്യത്തിന് മാത്രമായി വിനിയോഗിക്കുന്നു എന്ന് ഉറപ്പാക്കണമെന്നും തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ സർക്കുലറിൽ പറയുന്നു. 24 തിരുവനന്തപുരം.